അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ്. ഞങ്ങളിപ്പം മർസയാലത്ത് നിന്ന് അടുത്ത ദിവസം രാവിലെ യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7:30 ആയി. ഞങ്ങൾ ഇനിയിപ്പം ഇവിടുന്ന് ഹുർഗാഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഈജിപ്തിലെ തന്നെ ഏറ്റവും അട്രാക്റ്റീവായ മനോഹരമായ ഒരു സ്ഥലമുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പം അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് മർസയാലത്തേക്ക് വന്ന ബസ്സിൻ്റെ കമ്പനി ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പോയപ്പം അവിടെ പോയിട്ട് ബസ് ബുക്ക് ചെയ്തു. ഇനി ആ ബസ്സിൽ കയറിയിട്ട് ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട്. ഏകദേശം 300 കിലോമീറ്റർ ഉണ്ടാവും. 3-4 മണിക്കൂർ യാത്ര ഉണ്ടാവും. അപ്പോൾ ആ യാത്ര ചെയ്യണം. അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ നാസ്ത ലഘുവായിട്ടൊന്ന് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇത് മർസയാലത്തിൻ്റെ ഒരു ഇന്നർ ഏരിയ ആണ് ടൗണിൻ്റെ. ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. നല്ല രാത്രിയൊക്കെ ഫുൾ ആക്റ്റീവ് ഷോപ്പുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബസ്സായിരിക്കും മിക്കവാറും ഞങ്ങൾക്ക് പോകാനുള്ളത്. 2 വെള്ള ബസ്സും ചുവപ്പുണ്ടല്ല, വെള്ള ബസ്സേക്കാരം മിക്കവാറും ഞങ്ങൾക്ക് പോകാനുള്ള ബസ്. ഇവിടെയാണ് അതിൻ്റെ ഒരു ഓഫീസ് ഉള്ളത്. അവിടെ പോയി അന്വേഷിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നാസ്തായിട്ട് കഴിക്കാം. അബൂ റവാൻ, അതാണ് ഈ ബസ് കമ്പനീൻ്റെ പേര് കേട്ടോ, അബൂ റവാൻ. ഇവിടെ വേറെ ബസ് ഉണ്ടല്ലേ, പക്ഷെ ഇവിടെ ആരും ഉള്ളിലില്ല. ഇത് ലോക്കായിട്ടുണ്ട്, തുറക്കാനല്ലേ. നമുക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കാം. ചെറിയ കട കയറിയിട്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കട. അസ്സലാമു അലൈക്കും. ഭയങ്കര തിരക്കുള്ള കടയാണ്, ഭയങ്കര തിരക്കുള്ള. ഞങ്ങളെ പാക്കിങ്ങിൻ്റെ സ്പീഡ് ഉണ്ടോ, എന്തൊരു സ്പീഡിലാണ് പാക്ക് ചെയ്യണേ. ഇവിടെ നല്ല മൂവുള്ളൊരു കടയാണ്. ഇവിടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. ചെക്കനാണ് ഉണ്ടാക്കുന്നത്. ഇത് വൈതനങ്ങൻ്റെ ഒരു സാധനം. ആ പൊരി ഫ്രഞ്ച് ഫ്രൈസ് ലൈവ്. ഇത് ആ പരിപ്പിൻ്റെ കറിയൊക്കെ അറിയത് ചൂടോടുക്കെ 2 സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. ആ സ്മോൾ കലീൽ ആ ബസ്. അയ്യോ ما شاء الله كله 25 مصري هندي باكستاني كل واحد. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഖുർആനിൻ്റെ എല്ലാ കടയിലും ഖുർആൻ, ആ കടയിൽ ഖുർആൻ, ഈ കടയിൽ ഇതിലും ഖുർആൻ, ഈ കടയിൽ ഖുർആൻ. അങ്ങനെ രാവിലെ മിസ്രിലെ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഖുർആൻ ഇങ്ങനെ കേൾക്കാം. അല്ലാഹു അല്ലാഹു. ഖുർആനിൻ്റെ ചരിത്രം അങ്ങനെ ഓർമ്മ വരുന്ന ടൗണുകളും പ്രാന്തപ്രദേശങ്ങളും വില്ലേജുകളുമാണ് ഈജിപ്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ യാത്ര ചെയ്യുമ്പം ഒരു അനുഭവസ്ഥരായ ആളില്ലെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് അങ്ങനെയല്ല, സ്ഥിരമായി യാത്ര ചെയ്ത് ശീലമുള്ളവർക്ക് കഴിയും. പെട്ടെന്നൊരു ദിവസം വന്നാൽ യാത്രേൻ്റെ ടെക്നിക്കൊന്നും അറിയാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്തൊക്കെ സാധനം വാങ്ങിയേ ഞാൻ അതവിടെ കഴിക്കാം. അവരുടെ സാൻഡ്വിച്ച് ഉണ്ടോ, ഇതിൽ എല്ലാ സാധനവും ഇട്ടിട്ട്, എല്ലാ പൊരിയും വൈതനങ്ങയും സലാഡും എല്ലാം ഇട്ടിട്ടുള്ള സാൻഡ്വിച്ചാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അവർ ലൈവായി ഉണ്ടാക്കുന്ന സാധനമുണ്ട്. അത് കഴിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതിൽ അവർ ഉപ്പ് എക്സ്ട്രാ ഇടുന്നുണ്ട്. ഈജിപ്തിൽ വന്നാൽ കട്ടൻ ചായയാണ് അധികം കിട്ടുക. നമുക്ക് പാൽ ചായ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞ് ചോദിക്കണം. പാൽ ചായയും ഷുഗറും ഇങ്ങനെ കൊണ്ടുതരും. എന്നിട്ട് നമ്മളത് വേണ്ട ഷുഗർ ആഡ് ചെയ്തിട്ട് കുടിക്കുക. കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ, നോർമൽ ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് തരും കേട്ടോ. ആ ബാക്കിൽ ആളങ്ങനെ നടന്നോണുണ്ടോ, അയാളെങ്ങനെ ചായ എടുക്കണമെന്ന് പൈസ വെച്ച് ഭിക്ഷക്കാരെന്ന രൂപത്തിൽ റിക്വസ്റ്റ് പൈസ എടുത്ത് കൊടുത്ത്, പിന്നെ അപ്പുറത്തൊക്കെ പോയി എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ മേടിച്ചിട്ട് കൊണ്ടുപോയി. ആ ബാക്കിയുള്ളവരെ ഒച്ചവിളി ഉണ്ടാക്കി കുടിച്ചോട്ടായിരുന്നു അയാൾ കുടിച്ചിട്ട് ഞങ്ങൾ പോയി. എന്തോ ഒരു മാനസിക നില തെറ്റിയ ആളാണ്. പ്രശ്നമല്ല, അൽഹംദുലില്ലാഹ്. ആ കാണുന്ന ബസ്സിലാണ് നമുക്ക് പോകാനുള്ളത്. ഞങ്ങളിവിടെ ചായക്കടയിലാണ്. ഈ ചായക്കടൻ്റെ ഈ ബസ്സിൻ്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ബസ്സിൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ അതായത് നമ്മൾ ബസ് ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ബസ്സിൽ കയറട്ടെ. 8:30ക്കാണ് പോകുന്നത്. റെഡി ആയിട്ടുണ്ട്. ആളുകളൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 8:15. ഇവിടെ ഇരുന്ന് ഹുക്ക വലിക്കുന്നവരും ഒക്കെ ഈ ചായപ്പീടികയിൽ കാണാൻ പറ്റും. കണ്ടോ, ഹുക്ക വലിക്കുന്നവരുണ്ട്. ഇവരൊക്കെ എൻ്റെ കൂടെ അല്ല, ഈ ബസ്സിൽ വരാനുള്ളതാണ്. എൻ്റെ കൂടെ അല്ല, ഈ ബസ്സിൽ വരാനുള്ളവരാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ഇതുപോലെയുള്ളൊരു ബസ്സിൽ തന്നെയായിരുന്നു നമ്മൾ ഇങ്ങോട്ടും പോന്നിരുന്നത്. കണ്ടില്ല, ഇവിടെ ഒരു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, ബെൻസിൻ്റെ ഒരു വണ്ടിയാണ്. ശുക്രാൻ. അൽഹംദുലില്ലാ. ബസ്സിൽ കയറട്ടെ. ഇതാണ് ബസ്സിൻ്റെ ഒരു ക്യാബിൻ. പഴയ ബസ്സാണ് അത്യാവശ്യം. നല്ല വൃത്തിയുണ്ട്. ബെൻസിൻ്റെ ലോഗോ വെച്ചുകൊണ്ടുള്ള സീറ്റുകളാണ്. 21, 22 സെൻട്രലാണല്ലോ, കുഴപ്പമില്ല. ഗ്ലാസ് പോരാട്ടോ, ഗ്ലാസ് പുറത്തേക്കൊന്നും കാണത്തില്ല. ഇവിടെ കണ്ടോ, ഗ്ലാസ്സൊക്കെ അത്യാവശ്യം പൊട്ടിന് കയറി കിട്ടിയ മാതിരി തോന്നുന്നുണ്ട്. AC ബസ്സാണ്. ആളുകളൊക്കെ ഇങ്ങനെ കയറി വരും. ബസ് യാത്ര ആരംഭിച്ചിട്ടോ. ഫുള്ളാളൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് അവിടെയാണ് ശരിക്കും കോസ്റ്റായിരിക്കണതാണ്. അവിടെ ഫ്രീ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് വിശാലമായിരിക്കാൻ ഇങ്ങോട്ട് വന്നതാണ്. ഈ സീറ്റ് ഫ്രീ ആണ്.
അയ്യോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ചു 8:30 തന്നെ, ചെറിയ വ്യത്യാസത്തിൽ ഇൻഷാ അല്ലാഹ്. ഇവിടെയും ഗ്ലാസ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഗ്ലാസ് ക്ലിയർ ആവും ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഇരുന്നു. പക്ഷേ ഇതും ഇല്ല, മേലെ ക്ലിയർ ഉണ്ട് കുറച്ചൊക്കെ. പിന്നെ പ്രത്യേക കാഴ്ചകളൊക്കെ നമുക്ക് മേലെ കൂടെ നോക്കേണ്ടി വരും. നീണ്ട 3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇതാ ഞങ്ങളൊരു പെട്രോൾ പമ്പ് കം റെസ്റ്റോറൻറ്റിലെത്തി വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി നിർത്തിയതാണ്. പകലത്തെ ബസ് യാത്ര മടുപ്പിക്കുന്ന യാത്രയാണ്. കാരണം രാത്രിയാണെങ്കിൽ നമുക്ക് കടന്നുറങ്ങിയാൽ മതി. ഹായ് ഹായ് ഓക്കെ. രാത്രിയാണെങ്കിൽ നമുക്ക് കടന്നുറങ്ങിയാൽ മതി. പകലാകുമ്പോൾ ഒരു പകുതി ഉറക്കമാണ് തോന്നുന്നത്, ഫുൾ ഉറക്കം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു ബോറടിപ്പിക്കുന്ന രൂപം. അവിടെ വാഷ്റൂമുണ്ട്. അപ്പോൾ ഒരു ചായ പറഞ്ഞു. വരുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ മരുഭൂമി. നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിൽ കണ്ടില്ല നിങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ചൊരു കാഴ്ചയില്ല, പിന്നെ പുറത്തേക്ക് ശരിക്കും കാണാനും കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേക വിഷ്വൽസ് ഒന്നും എടുക്കണില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ചടച്ച് കിടന്നുറങ്ങാൻ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചായ പറഞ്ഞ കട്ടൻ ചായ ഇട്ട് അത് ലെബൻ പറഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ ലെബനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുമില്ല. പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ട്. ഇതിനെന്താ പറയുക, ഇതിന് 15 പൗണ്ടാണ്, 35 റുപ്യായി. ഇത് നമ്മൾ ഇന്നലെ പോയ അങ്ങനത്തെ കാറാണല്ലോ. ഇങ്ങനത്തെ ഒരുപാട് കാറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ, പഴയ കാറുകൾ. പക്ഷെ ഇത് ഈ കാണുന്ന നോക്കണ്ട, അതിൽ പോകാൻ ഭയങ്കര സുഖമാണ്. നല്ല സസ്പെൻഷനാണ് ഈ കാറിന്. എത്ര ലോങ്ങും പോകാൻ പറ്റും. കണ്ടോ റോഡിൻ്റെ അവസ്ഥയാണിത്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ആ കാണുന്ന മലകളുണ്ടല്ലോ, ഇഷ്ടംപോലെ മലകൾ മാത്രമേ ഉള്ളൂ. ഇത് എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പെട്രോൾ പമ്പ്, ഇങ്ങനെ ചായക്കടയൊക്കെ കാണുന്നത്. ഇതുവരെ ഒന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ പോയാൽ നമുക്ക് 60-69 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ കൂടി യാത്ര ഉണ്ടാവുമായിരിക്കും. അൽഹംദുലില്ലാ ഫൈനലി ഞങ്ങളിവിടെ വന്നിറങ്ങി. 12:30 ആയി. 4 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞങ്ങളിവിടെ ഹുർഗാഡ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അറബിയിൽ ഒർദക്ക എന്നും ഇംഗ്ലീഷിൽ ഹുർഗാഡ എന്ന് പറയുന്ന ഹർഗാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യൂബർ ബുക്ക് ചെയ്ത് ആദ്യം ഒരു റൂം സെറ്റാക്കട്ടെ, എന്നിട്ട് ഇവിടുത്തെ മൊത്തത്തിലൊരു കാഴ്ച ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെ ഞങ്ങൾ ടാക്സി എത്തി. യൂബറാണ്. ഹുർഗാഡ ശരിക്കൊരു ബീച്ച് ഏരിയയാണ്. ഒരുപാട് ബീച്ച് ഉള്ളതും അതുപോലെ തന്നെ യൂറോപ്യൻസ് അധികം വരുന്ന ഒരു സ്ഥലമാണ് ഹുർഗാഡ എന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസോർട്ടുകളും വില്ലകളും എല്ലാം ഇവിടെ ഉണ്ടാകും. കുറച്ചൊരു പോർഷ സിറ്റിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഒന്ന് പോയി റൂമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങണം. ആ ഭാഗത്ത് നിറയെ കുതിരകളൊക്കെ കാണുന്നതാണ്. ഇവിടെ വലിയൊരു അലിബാബ പാലസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കളിക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഒരു പാർക്കുണ്ട്, വലിയൊരു പാർക്കാണ്. ഇപ്പോൾ ആക്റ്റീവ് അല്ല, വേറെ ആരും കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ. ഇവിടെ ഒരു ബീച്ച് റിസോർട്ട് ഇതാണ്. ഇങ്ങനെ റിസോർട്ടുകളുടെ ഒരു ലോകമാണ് ഈ ഹുർഗാഡ എന്നുള്ളത്. എന്തിൻ്റെ സൗണ്ടാണ്, ഒരു ലോറി ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കരുതിയ റിസോർട്ടിൻ്റെ മുന്നിലെത്തി. റൂം എടുത്തിട്ടൊന്നുമില്ല, ചെന്നിട്ട് നോക്കട്ടെ. ഓൺലൈനിൽ ജസ്റ്റ് പ്രൈസേ നോക്കിയിട്ടുള്ളൂ. അപ്പം നമുക്ക് പറ്റിയ റൂമാണെന്നുണ്ടെങ്കിൽ പറ്റിയ പൈസ കിട്ടുന്ന റൂമാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ചെലിയ റിസോർട്ട് എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പേര്. സംഗതി ഇത് വലിയൊരു പ്രോപ്പർട്ടിയാണ്. നോക്കാം. ബീച്ച്, അതിൻ്റെ അപ്പുറം ബീച്ചാണ്. അതെ ഇവിടെയും ഖുർആൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ. ഇതിൻ്റെ അപ്പുറം രണ്ടാൾക്കും പാടല്ലേ, രണ്ടാൾ വലിയ തുകയല്ലല്ലോ. ഇപ്പോൾ ഇവിടെ യൂറോപ്യൻസ് അധികം വരുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അല്ല അറിയാം. അപ്പോൾ ആദ്യം ഈ റൂമൊന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. റൂം കാണിച്ചു തരാം. കുഴപ്പമില്ല കേട്ടോ, ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് അടക്കാണ്. അപ്പോൾ ഇതാണ് റൂം. കണ്ടിരുന്നു. അത്യാവശ്യം നല്ല റൂമാണ്. ഞങ്ങളിത് ഓൾറെഡി അപ്പോൾ ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തെറ്റായില്ലേ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഹാള്. ഇത് കണ്ടോ, ഇത്രയും വിശാലമായിട്ടുണ്ട്. ഇതിൻ്റെ മുകൾക്കൊക്കെ ഫ്ലോർ ഉണ്ട്. ഇതൊരു ഫ്ലോറിലെ ഒരു സൈഡിലെ ഹാളാണ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പുറത്തിറങ്ങിയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഹുർഗാഡയിലെ വിശേഷങ്ങൾ. ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്യുക, കാഴ്ചകളൊന്ന് കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പുറത്തെ കാഴ്ചയാണിത്. റോഡ് സൈഡിലല്ല, ബാക്ക് സൈഡിലുള്ള കാഴ്ചയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഇതിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനപ്പുറത്ത് കാണുന്നതാണ് കടൽ. റെഡ് സീ അല്ലേ, റെഡ് സീ ആണ് കാണുന്നത്. ഇതൊക്കെ റൂമുകളാണ് കേട്ടോ.
ഇഷ്ടം പോലെ റൂമുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂളാണ്, 2 സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ചെടികൾ, അട്രാക്റ്റീവായ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയാണ് ഇവിടെ പൂവിട്ട് നിൽക്കുന്നത്. ചെമ്പരത്തിൻ്റെ ഇലക്കും പൂവിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മളെ ബീച്ച്. ഈ ഹോട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡിലുള്ള ബീച്ചാണ് ഇവിടെ. ഇവിടെ വന്നിങ്ങനെ വെയിൽ കൊള്ളുന്ന യൂറോപ്യൻസ് പലയിടത്തുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാം. നല്ല രസമുള്ള കളറാട്ടോ, ബ്ലൂ കളറാണ്. ഭയങ്കര ഉപ്പാണ് ഈ ഒരു ഏരിയക്ക്. റെഡ് സീ അല്ല. ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഹുർഗാഡ പ്ലാനിലില്ല. ഇവിടെ ഞങ്ങൾ അതുകൊണ്ട് റെസ്റ്റൊന്നും എടുത്തില്ല. കണ്ടിട്ട് ഇതിലേക്ക് ഇറങ്ങാനുള്ള നല്ല പൂതിയുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം. ടൗണിൻ്റെ പ്രധാന ഭാഗത്താണെങ്കിലും മലിനമായ സംഗതികളൊന്നുമില്ല. ഈ ഒരു സമയം ഇങ്ങോട്ട് വരാൻ പറ്റിയ സമയമാണ്. ജനുവരി അവസാനം, ഫെബ്രുവരി ആദ്യത്തിലൊക്കെ. കാരണം വെയിലിൻ്റെ അതിശക്തമായ പ്രശ്നങ്ങളില്ല. ചൂടുള്ള സമയത്ത് ഇവിടെ ഭയങ്കര ചൂടായിരിക്കും എന്നാണ് റിവ്യൂലൊക്കെ കാണുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥ, എന്ത് ഭംഗിയാണ്. ഇവിടെ കണ്ട ചെറിയ കുട്ടികളൊക്കെ ബീച്ചിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നു. അവിടെ പോയി ഫാദറിനൊപ്പം ബീച്ചിലിറങ്ങി കളിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ അധികവും പ്രൈവറ്റ് ബീച്ചുകളാണുള്ളത്. അതായത് ഓരോ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൈവറ്റ് ബീച്ചുകളാണ് അധികം ഉള്ളത് ഈ ഭാഗത്തൊക്കെ കാണുന്നത്. ഓരോ റിസോർട്ട് ഇങ്ങനെ ഇതുണ്ടോ, ഈ ഒരു റിസോർട്ട് നമ്മൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഒരറ്റാണ് അവിടെ കാണുന്നത്. അപ്പുറത്ത് മറ്റേ അറ്റം കാണുന്നുണ്ടല്ലോ. അങ്ങനെ പ്രൈവറ്റ് റിസോർട്ടുകളാണ് ഇവിടെ അധികം ഈ പ്രൈവറ്റ് ബീച്ചുകളാണ് അധികമായി കാണുന്നത്. പിന്നെ സ്കൂബ ഡൈവിങ്, അങ്ങനെ ഒരുപാട് പാക്കേജുകൾ ഇവിടെ ഉണ്ട്. ഈജിപ്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ബീച്ചാണ് ഈ കാണുന്ന ബീച്ച്. Where are you from? Ukraine. Okay. How many days? We are from India. So guys, ഞങ്ങൾ ആ ബീച്ച് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഹോട്ടലിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങി. ഇനി ഇവിടുത്തെ മാർക്കറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണട്ടെ. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കും വേണം. സമയം ഉച്ച 2 മണിയായി. അപ്പോൾ ഞങ്ങളൊരു അറേബ്യ വണ്ടി കയറി. ഞങ്ങൾ റോട്ടിൽ നിൽക്കുമ്പം ഒരു ടാക്സിക്കാരെ ഞങ്ങൾ വന്ന് കണ്ട്. ആദ്യം 100 അല്ലേ പറഞ്ഞു നമ്മുടെ ടാക്സിക്കാരൻ. 100 പറഞ്ഞ്, പിന്നെ വേണ്ട പറഞ്ഞപ്പോൾ 50 ആക്കി. അങ്ങനെ ചുരുക്കി കുഴിച്ച് ഇത് നമുക്ക് വിചാരിക്കും 10 രൂപയ്ക്ക് അവിടെ എത്തും. രണ്ടാക്ക് 18 ഉള്ളൂ. ടാക്സിക്കാരൻ 200 പറഞ്ഞു. 200 ഭയങ്കര. പിന്നെ എത്ര ആക്കിയവന് 50 എത്തി. 200 ഉള്ളത് 50 എത്തി. അതാണ് ഈജിപ്തിലെ കാര്യം. നമുക്ക് ഐഡിയ ഇല്ലാന്ന് കണ്ട പോലെ പെരുമ്പിടുത്ത കയറാൻ പിടിക്കുക. പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരെന്ന് കണ്ട പോലെ ചുരുക്കി പറ്റ ചുരുക്കും ചെയ്യും. ഇത് ഷെയർ ടാക്സിയാണ്. നമ്മളെ എന്താണ് അറേബ്യ അല്ലേ, അറേബ്യ വണ്ടിയാണ്. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ബീച്ച് റിസോർട്ടുകളാണ്. ഇതൊക്കെ വലിയ റിസോർട്ടാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുണ്ടോ, ബീച്ച് നമ്മളെ കണ്ട സെയിം തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഓരോ പ്രൈവറ്റ് ബീച്ച് ഉണ്ടാവും. പക്ഷേ ഇതിനുള്ളിലൊക്കെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും കൂടി അവർ കൊടുക്കുന്നുണ്ട് വ്യത്യസ്തമായ. ഇവിടെയും ഈ ഒരു ടാക്സിയിൽ ഖുർആൻ ഇങ്ങനെ റിസൈറ്റ് ഓതുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ. അപ്പോൾ ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. നമ്മൾ പോകുന്ന ടൗണിലും പ്രധാന ഒരു ടൗണിൽ പള്ളിയുണ്ട്. ഇതിങ്ങനെ ഷെയർ ടാക്സി ആയതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നിർത്തിയിട്ട് ആളുകളെ കയറ്റിയിട്ട് പോകും. വരുന്നില്ലേ, ആളുകളെ കയറ്റുന്ന പോകുക. തലകെട്ട് രസമുണ്ട്. താങ്ക് യു, ശുക്രൻ. أنا من الهند لكن يمني يمني هذا أنا من أسوان عندنا نلف عمة زي دي ما شاء الله. ഞങ്ങളെ റൂം ശരിക്കും ടൗൺ എത്തുന്നതിന് മുന്നെയാണ്. ഞങ്ങളിപ്പം ഈ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു 12 കിലോമീറ്റർ ഉണ്ട് ടൗണക്ക്. ഇതുണ്ട്, ഇപ്പോഴാണ് ഇതിൻ്റെ ടൗൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ഒരു പള്ളിയാണ് ഉണ്ടോ, നല്ല രസത്തിലൊരു ഡിസൈൻ ചെയ്തൊരു പള്ളിയുണ്ട്. ഇതൊക്കെ മൊത്തം റൂമുകൾ, ഫ്ലാറ്റുകൾ, അങ്ങനെ ടൗൺഷിപ്പാണ് ഇത് മൊത്തം ഉള്ളത്. ഇപ്പോഴും മാർക്കറ്റ് ഏരിയയിൽ എത്തിയില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഏരിയയിലേക്ക്. ഒരേ സ്ട്രക്ചറിലാണ് ഏകദേശം ഫ്ലാറ്റുകളെല്ലാം കാണുന്നത്. കളർ കോഡുണ്ട്, ഡിസൈൻ കോഡുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ ടൗണിൻ്റെ ഏകദേശം പ്രധാന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തുമ്പം പഴയ ബിൽഡിങ്ങുകളും പുതിയ ബിൽഡിങ്ങുകളൊക്കെ മിക്സ് ആയിട്ട് കാണുന്നുണ്ട്. സ്ട്രീറ്റുകൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. ഹുർഗാഡ. ഇതവിടെ വലിയ പള്ളിയുണ്ട്. ഇവിടുത്തെ പള്ളിയുടെ മിനാരൊക്കെ ഭയങ്കര ഹൈറ്റാണ്. ഇത് നല്ല ഹൈറ്റാണ്. പള്ളി ഇത്ര ഉള്ളെങ്കിലും പള്ളി ദൂരത്തുനിന്ന് കാണാനായിരിക്കും. പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ടോ. ഇതൊക്കെ ഒരു മോഡലിലാണ് നിർമ്മിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഏകദേശം ഒരു ടൈപ്പാണ്. അങ്ങനെ ഞങ്ങളിതാ സിറ്റി സെൻറ്ററിൽ എത്തിട്ടോ. ഹുർഗാഡ സിറ്റി സെൻറ്ററാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ലോക്കൽ പോർഷെ മിക്സ്ഡ് ആയ ഒരു സിറ്റി സെൻറ്റർ കണ്ടത്. ഇതുവരെ നമ്മൾ ഫുൾ പോർഷെ ലൈഫായിരുന്നു കണ്ടിരുന്നത്, റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം
മിക്സഡായി ഒക്കെ ഡ്യൂപ്പായിരിക്കും. ഞങ്ങളിവിടെ വന്നപ്പോൾ ഫിഷിൻ്റെ എന്തെങ്കിലും കിട്ടുമോ നോക്കി, പക്ഷേ ഇപ്പോൾ ഈ ഒരു ഏരിയയിലല്ല അത്. ഞാൻ ഏരിയയൊക്കെ പോകാനുള്ള ആരോഗ്യമല്ല, നല്ല വിശക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ദിമിഷ്ക് റെസ്റ്റോറൻറ്റിൽ കയറാണ് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. ചിക്കൻ, റൈസ്, ഫ്രഞ്ച് ഫ്രൈസ്. എന്താണ് ഐഷാണോ അത്? ഷാമി ഐഷാണത്. അല്ല, ചിക്കൻ നല്ല വെന്ത ചിക്കനാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, മയോണൈസ് ഉണ്ട്. സൂപ്പറാ. ഇവിടെ വേറൊരു സോസാണ് ഇത്. ഇത് മയോണൈസ് തന്നെയാണ്, വേറെ ഐറ്റംസ്. പിന്നെ വേറൊരു ബ്രോസ്റ്റ്, 2 പീസ് ബ്രോസ്റ്റ് വേണം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇറങ്ങി. ഒരു പള്ളിയുണ്ട് ഇവിടെ, അതൊന്ന് കണ്ടുവരാമെന്ന് കരുതി. പള്ളികൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ കാണാൻ പോകുന്നൊരു പള്ളിയുണ്ട്, അത് പോയി കണ്ടുവരാം. പിന്നെ ഫുഡ് ദിമിഷ്കി ഫുഡായിരുന്നു, അതുകൊണ്ട് കഴിച്ച ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല. ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതലാണ്, അരി കുറച്ച് ഹാർഡാണ്, വറ്റ് ഓൾമോസ്റ്റ് ഓക്കെ. സംഗതി അത് ദിമിഷ്കി ഹോട്ടലാണെങ്കിലും വർക്ക് ചെയ്യണവരൊക്കെ മിസ്റ്റേക്കുകളായിരിക്കും. ബീഹാറിൽ കേരള ഹോട്ടലുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നത് ബീഹാരികൾ തന്നെയാണ്. മലയാളി വന്നിട്ട് കുറച്ച് കാണിച്ചെടുക്കും, എന്നിട്ട് ബീഹാരികൾക്ക് പഠിപ്പിച്ചെടുക്കും. കേരളത്തിൽ പൊറോട്ട അടിക്കുന്നത് ഹിന്ദിക്കാരല്ലേ. അപ്പോൾ ഇപ്പം മൊത്തത്തിൽ അങ്ങോട്ടോട്ട് മിക്സഡ് ആയിട്ട് പേരിൽ മാത്രമേ മാറ്റുള്ളൂ, ഭക്ഷണത്തിലൊക്കെ ടേസ്റ്റൊക്കെ ഒരേമാതിരി തന്നെ. നമ്മളിപ്പോൾ ഈ ഒരു ടൗണിൻ്റെ ഭാഗത്തൂടെ പോകും. നമ്മളെ സ്റ്റേ ഉള്ളത് ഓർദട്ടയിലെ ഒരു ന്യൂ ടൗൺ ആണെന്ന് പറയാം. ഇത് ഓൾഡ് ടൗൺ ആണ്. ഇവിടെ രണ്ടും മിക്സഡ് ആണ്, മോഡേണും ഉണ്ട്, ഓൾഡ് ബിൽഡിങ്ങുകൾ രണ്ടും മിക്സഡ് ആയ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഈ ഓൾഡ് ടൗണിനെ പറയുന്ന പേരാണ് അൽ ദഹാർ. മറ്റൊരു പള്ളി, ഇതിൻ്റെയൊക്കെ മിനാരത്തിൻ്റെ വലിപ്പം കണ്ടില്ല. അത് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്നുണ്ട്. ന്യൂ ടൗണിൽ ചെന്നപ്പം ഒരുപാട് റിസോർട്ടുകളും അങ്ങനെ ബിസിനസ് കേന്ദ്രങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ പ്രാദേശികമായ ആളുകൾ താമസിക്കാത്ത ഒരു സ്ഥലം പോലെ അവിടെ തോന്നും. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ലൈവ്നെസ് ഫീൽ ചെയ്യുന്നത്. ഒരു ഇവിടുത്തെ പ്രാദേശിക ആളുകളും ടാക്സിയും അറേബ്യ വണ്ടികളും അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളായിട്ട് ഈ ഒരു ടൗണ്, ഓൾഡ് ടൗണ് അൽ ദഹാർ. പിന്നെ ഇവിടുത്തെ ടാക്സികളുടെ കളറാണ് ഏത് കളറ് ഇത് കണ്ടോ, ഒരു ബ്ലൂ കളറും പിന്നെ ഒരു ഓറഞ്ച് കളറും മിക്സ് ആക്കിയിട്ടുള്ള കളറാണ് ടാക്സിയുടെ പെയിൻറ്റിങ് ഇവിടെ. ഈ ടൗൺ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഒരുപാട് കടകൾ, ബ്രാൻഡിൻ്റെ കടകൾ അല്ലാത്ത കടകളൊക്കെ ചുറ്റുഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ടൗണാണ് ഹുർഗാഡ എന്നുള്ളത്. ന്യൂ ടൗൺ, ഓൾഡ് ടൗണൊക്കെ കൂട്ടിയിട്ട് വലിയ ഒരു ടൗൺ തന്നെയാണ്. ഒരു സൈഡ് കടലും മറ്റൊരു സൈഡ് മരുഭൂമിയും ആയിട്ടുള്ള ഒരു വലിയ പ്രദേശത്ത് നിൽക്കുന്ന ഒരു ടൗണാണ് ഈ ഒരു ഹുർഗാഡ അൽ ഉറഖ. വൈകുന്നേരം ആയിട്ടുണ്ട്, വൈകുന്നേരം 4:15 ഞങ്ങൾ നിസ്കാരമൊക്കെ ജമ്മു കസറായി റൂമിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇനി ഇവിടുന്ന് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പള്ളിയിലേക്ക് പോകും വേണം. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി ഇറങ്ങി. ഇവിടെ മിസർ എക്സ്ചേഞ്ച് ഉണ്ട്, അതിന് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മളെ പള്ളി കാണാൻ പോകും. അപ്പോൾ നമ്മളിവിടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. $200 എക്സ്ചേഞ്ച് ചെയ്തത്. നമുക്ക് കിട്ടിയത് ഒരു ഡോളറിന് 50 സംതിങ് ആണ്. അങ്ങനെ മൊത്തത്തിൽ 10,076 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് കിട്ടിയ നോട്ടിൽ ഇപ്പോൾ 2 കീറിയതായി. അതവിടെ ഇരുന്ന് തന്നെ എണ്ണീറ്റ് നോക്കിയിട്ട് ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടി. ഇനി നമ്മൾ ആ പള്ളിയിലേക്കാണ് പോണത്. വൈകുന്നേരം സമയമായിട്ടുണ്ട്, കുറച്ച് തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മസ്ജിദുൽ മിന എന്നൊരു പള്ളിയുണ്ട്, ആ പള്ളിയിലേക്കാണ് പോകുന്നത്. അന്നസീർ. ഇവരെ തണുപ്പിൻ്റെ ഡ്രസ്സ് ധരിച്ചവരുണ്ടോ? ഉണ്ടല്ലേ, ചിലരൊക്കെ ധരിച്ചവരുണ്ട്. കേരളത്തിൽ തണുപ്പില്ല. അസ്സലാമു അലൈക്കും. നമ്മൾ ഷാദുൽ ഇമാമിൻ്റെ അടുത്ത് പോയപ്പോൾ നമുക്കൊരു ചോപ്പ്. അസ്സലാമു അലൈക്കും. ഈ ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ കുടിച്ചിരുന്നത്. കണ്ടോ, ആ കാലുരക്കണാണ്. വാ, ഗുഡ്. ഇത് കണ്ടോ, ഇത് വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ വലുതായി വരും. നല്ല ഭംഗിയുണ്ട് അദ്ദേഹത്തിൻ്റെ കട. ബാറക്കല്ലാഹു. അസ്സലാമു അലൈക്കും. ഇവിടെയും ഇതാ ഒരുപാട് കടകൾ, സോവനേഴ്സിൻ്റെ കടകളുണ്ട്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞ് ഇവിടെയൊക്കെ താമസമുള്ള വീടുകളുണ്ടോന്ന്. ലോക്കൽസിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ഉള്ളിലേക്ക് വന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ലോക്കൽസ് താമസിക്കുന്ന ഫ്ലാറ്റുകളൊക്കെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ബീച്ച് സൈഡിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ് കുറച്ചധികം, തണുപ്പൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരു പഴയ കാറ് കിടക്കുന്നത്. ഈത്തപ്പന മരം മുറിച്ചിട്ടിരിക്കുക. അവന് കണ്ടപ്പോൾ തന്നെ മിന്നൽ ഹിന്ദ് കണ്ടോ, പറഞ്ഞു നോക്കി. നമ്മളെ കണ്ടപ്പോഴേക്ക് മിന്നൽ ഹിന്ദ് ആനാ അയ്യോ ചെക്കന്മാരല്ലേ കളി കേട്ടോ. അല്ല ഹിന്ദ്. ഇവൻ ആദ്യം നമ്മളെ കണ്ടപ്പോഴേ പറയണ്ട് ഹിന്ദ് എന്ന്. കൈഫാറഫ്ത മുഖത്തുനിന്ന് മനസ്സിലായി. മസ്മുഖ് ഇസ്മുഖ്
ഇസ്മുഖ് ഓ ഞങ്ങൾ അവിടുന്ന് കാണുമ്പോഴേ പറയുന്നുണ്ട് മിനൽ ഹിന്ദ് ഹിന്ദ് എന്നുള്ളത് ആനാ പാകിസ്ഥാൻ ഹിന്ദ് ഹിന്ദ് വല പാകിസ്ഥാൻ ഹിന്ദ് അവൻ ഉറപ്പിച്ച് പറയുന്ന ഇന്ത്യക്കാരനാണ്. ഓക്കെ ശുക്രാൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അതെ ആ കാണുന്നതായിരിക്കും മിക്കവാറും ആ പള്ളിയുടെ മിനാരം, വലിയ മിനാരം കാണുന്നുണ്ടോ? അതായിരിക്കും മിക്കവാറും. ഇഞ്ചിയാണത്, ഇഞ്ചി അപ്പോൾ എന്താ വലുപ്പം, ചൈനയിൽ നിന്ന് വരുന്ന വലുപ്പം. ഇതാണ് ഇന്നലെ നമ്മളെ കണ്ട ഫ്രൂട്ട്. ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇഷ്ടംപോലെ മീനിൻ്റെ കട ഉണ്ട്. പിന്നെ സീ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, മീനിന് പ്രധാന ഭക്ഷണം. ഇവിടെ വെള്ളം ഉണ്ടാവും. നമുക്ക് പോകാനുള്ള പള്ളി അവിടെ ഉണ്ട്. ഞങ്ങൾ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. കട ഉണ്ട്. ഇവിടുത്തെ ഒരു കേക്കാണ് കണ്ടോ. ഇവിടെ ഇഷ്ടംപോലെ ലേസ്, അച്ചാർ, സ്ട്രോബെറിയുടെ ജാം, പല ഐറ്റംസ് ജാം, മിഠായികൾ എല്ലാം ഉണ്ട്. ഫൈനലി നമ്മൾ ആ പള്ളിയുടെ മുമ്പിലെത്തിട്ടോ. ഇതിലെങ്ങനെ എൻട്രൻസ് ഉണ്ട്. ഒരുപാട് വിദേശികളാണ് ഈ പള്ളി കാണാൻ വന്നിരിക്കുന്നത്. മരിബാവാനായി. ഇതാണ് മസ്ജിദുൽ മീന ഉൽ കബീർ. ഇവിടെ സോവനീറിൻ്റെ കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ വിദേശികൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഇഷ്ടംപോലെ സോവനീർ കടകളുണ്ട്. ഇവിടെ ഉണ്ടോ മീനിൻ്റെ കട. അപ്പുറത്ത് തന്നെ മീൻ പാകം ചെയ്ത് കൊടുക്കുന്ന കടയുണ്ട്. വ്യത്യസ്തമായ കൂന്തളിൻ്റെ വലിയ കൂന്തളാണ്. അവിടെ പാകം ചെയ്യുന്നുണ്ട്. അവിടെ പാകം ചെയ്യുന്നുണ്ട്. ഇത് കൂന്തൾ, ചെമ്മീൻ, പിന്നെ പല ഐറ്റംസ് മീനുകളുണ്ട് ഇവിടെ. ഈ കൂന്തളിൻ്റെ വലിപ്പം നോക്കി. മോസ്ക് അൽ മീന അൽ കബീർ ഇതുണ്ടോ. പുതിയ പള്ളി ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഇവിടെ ബീച്ച് കഴിഞ്ഞാൽ ഇതേ കാണാനുള്ളൂ ഇവിടെ. അതുകൊണ്ട് ആണ് ഇവിടെ ഇത്ര ടൂറിസ്റ്റ്. മാത്രമല്ല ഈ റഷ്യൻ റിലേറ്റഡ് ആയ രാജ്യങ്ങൾ, ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങൾ, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ, അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഹംഗറിയിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ക്രൂയിസാണ് അവിടെ. പിന്നെ ഹംഗറി എന്നുള്ള ഒരാളായിട്ട് സംസാരിച്ചു. അപ്പം അവിടെ നിന്നൊക്കെ ചീപ്പ് റൈറ്റിന് ഫ്ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് ഡയറക്റ്റ്. ഈജിപ്ത് കൈറോക്കല്ല, ഹർഗാഡയിലേക്ക്. അപ്പോൾ അവർ അവിടെ മഞ്ഞ് സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ വെക്കേഷൻ ഉണ്ടാകുമ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ബീച്ച് സൈറ്റൊക്കെ കണ്ട് പോകുന്ന പരിപാടിയാണ്. അപ്പം ബീച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാനുള്ളത് ഇത്തരത്തിലുള്ള പള്ളികൾ, മറ്റ് സംഗതികളാണ്. പിന്നെ അവിടെ അപ്പുറത്ത് ആ കാണുന്നത് ക്രൂയിസ് കപ്പലാണ്. എത്ര വിദേശികൾ ഈ പള്ളിയുടെ കയറി ഫോട്ടോ എടുത്ത് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് വലിയ ക്രൂയിസ് കപ്പലാണ്. ഒരു പഴയ ക്രൂയിസ് കപ്പലിലൂടെ കിടക്കണേ. ഫുള്ള് കാണുന്നില്ല. പിന്നെ പള്ളിൻ്റെ ഉള്ളിൽ ഏതായാലും നമുക്ക് നിസ്കരിക്കാൻ കയറേണ്ടി വരും. അപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ബീച്ചിൻ്റെ സൈറ്റ് കാണാൻ പറ്റും. അതൊന്ന് പോയി നോക്കാം. ഇവിടെ പ്രയർ റൂം പെണ്ണുങ്ങൾക്കുള്ളുണ്ട്. അത് അറബി, ഇംഗ്ലീഷ്, ജർമ്മൻ, റഷ്യൻ ഭാഷകളിലാണ് എഴുതിയിട്ടുള്ളത്. അതിനർത്ഥം അവിടെ നിന്നാണ് കൂടുതൽ ഇങ്ങോട്ട് ആളുകൾ വരുന്നത് എന്നുള്ളതാണ്. ഇവിടെയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ ആ ഭാഷയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാനിപ്പം ആ പള്ളിയുടെ പിൻഭാഗത്താണ്. ഇവിടെ പിൻഭാഗത്തുള്ള കാഴ്ച ഉണ്ടോ. ഇവിടെ ഇഷ്ടം പോലെ മത്സ്യ ബോട്ടുകൾ, വലിയ ക്രൂയിസുകൾ ഒക്കെ കാണുന്നുണ്ട്. അധികം മത്സ്യ ബോട്ടുകളാണ് ഇവിടെ കാണുന്നത്. കണ്ടോ ഇഷ്ടം പോലെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ പണിക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ബോട്ടുകളാക്കണേ കണ്ടോ. ഇത് പള്ളിയുടെ പിൻഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകളാണ്. കടലിൻ്റെ ഒരു സൈഡാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ക്രൂയിസ് കപ്പലുകൾ കാണുന്നുണ്ട്. ഇവിടെ മീൻ സ്മെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലോണം മീൻ പിടിക്കുന്ന സ്ഥലമായതുകൊണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മത്സ്യ ബോട്ടുകളാണ്. ഒരു കുട്ടിയാണ് ചെറിയ ബോട്ട് ഇങ്ങനെ തോണി തുഴഞ്ഞു പോകുന്നത്. പഴതും പുതിയതുമായ ഇഷ്ടംപോലെ ബോട്ടുകളാണ്. ഈജിപ്തിൽ വന്നിട്ട് കാക്കനെ കാണിച്ചെന്നില്ല എന്ന് പറയരുത്. ഇതാണ് ഈജിപ്തിലെ കാക്ക. അൽഹംദുലില്ലാ. ഈ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം, ഇശാസ്കാരം ഇവിടെ നിസ്കരിച്ചു. വലിയൊരു പള്ളി, വിശാലമായ പള്ളിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പള്ളിയാണ്. കൈറോ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പള്ളിയൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ നല്ലൊരു വിശാലമായ, അത്യാവശ്യം ആളുണ്ട് നിസ്കരിക്കാൻ. അങ്ങനത്തെ ഒരു പള്ളിയാണ്. ഒരുപാട് വിദേശികളോട് വന്ന് നിസ്കരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ടൂറിന് വരുന്ന വിദേശികളൊക്കെ ഈ പള്ളിയാണ് ആശ്രയിക്കുന്നത് നിസ്കരിക്കാനൊക്കെ. അങ്ങനെ പല നാട്ടിൽ നിന്നുള്ള ആളുകൾ സംഗമിക്കുന്ന ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഏതായാലും നിസ്കാരം കഴിഞ്ഞു. ഇനി വല്ല ഇങ്ങനെ ഹെഡ് ചെയ്യട്ടെ. ഇതാണ് ഈ പള്ളിയുടെ ഒരു മിഹ്റാബ്. ഇത്ര വിശാലമായ പള്ളിയാണ്. ഈ പള്ളീൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റിന് വരാൻ സൗകര്യമുണ്ട്, കാണാനൊക്കെ. നിസ്കരിക്കാൻ, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം അപ്പുറത്തുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇവിടെ നല്ല കാലിഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എ സി ഉണ്ട്. എ സിൻ്റെ ആവശ്യമില്ല, നല്ല തണുപ്പുള്ള സമയം ആയതുകൊണ്ട്. പക്ഷേ ശക്തമായ തണുപ്പില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. ജനുവരി 15 ഇന്ന്. ഒന്നുമില്ല. ഇവിടെ വരുന്ന വിദേശികൾ ബീച്ചിലേക്കാണല്ലോ വരുന്നത്.
ഇപ്പം പല ഡ്രസ്സിലാണ് വരിക. അപ്പോൾ ഈ പള്ളി കാണാനെങ്കിൽ അവർക്ക് അവിടെ ഡ്രസ്സിങ് റൂമുണ്ട്, അവിടുന്ന് ഡ്രസ്സ് കിട്ടും. അത് എടുത്തിട്ട് തലയൊക്കെ മറച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റും. അപ്പം ഇതാണ് പള്ളിയുടെ ഒരു പുറം ഭാഗം, ടൗൺ ഇതാ കാണുന്നത്. വിദേശികളായ സ്ത്രീകളൊക്കെ ഇറങ്ങി പോകുന്നുണ്ടോ. ഇതാണ് പള്ളിയുടെ പുറത്തെ കാഴ്ച. അൽഹംദുലില്ലാ, ഇതാണ് പുറത്തെ കാഴ്ച കേട്ടോ. രാത്രി ലൈറ്റൊക്കെ ഇട്ട് 2 മിനാരങ്ങളും 2 സൈഡിലെ മിനാരങ്ങളും നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഷാറായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പള്ളിയുടെ കോമ്പൗണ്ട് തന്നെയാണ്. അതിനപ്പുറത്താണ് വണ്ടികൾ പോകാനുള്ള റോഡുകളൊക്കെ ഉള്ളത്. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണേ. ഇവിടെ ഈ പള്ളിയിലെ ഒരു സൈഡിലായിട്ട് ഒരു ഹാളിൽ ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്. അപ്പോൾ ലുക്മാസ് പറയുകയാണ് ഈജിപ്തിലൊക്കെ ഉണ്ടാലുണ്ട്, അത് കൈറോയിലൊക്കെ ഉണ്ടാലുണ്ട്. അതായത് മരിച്ചവർക്ക് വേണ്ടി 2-നും 3-നും ഇവിടെ ഖിറാഅത്തോത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുടുംബക്കാരവിടെ വന്നിരിക്കും, അതിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കുക, വരുന്നവർക്ക് ചായയും വെള്ളം ഒക്കെ കൊടുക്കും. അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട്. മരിച്ചതിന് ശേഷം 2-നും 3-നും 4-നൊക്കെ അങ്ങനെ നടത്താറുണ്ട്. ഇതിപ്പോൾ അവിടെ നടക്കുന്നത് കണ്ട് ഞാൻ. അറബ് ഡ്രസ്സുകൾ വിൽക്കുന്ന ഒരു കടയാണിത്. അയ്യോ, വലൈക്കും അസ്സലാം. ഹൗ ആർ യു? Alhamdulillah. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 50 700. ഒരു കന്തൂറുകൾ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. തണുപ്പിനിടാൻ പറ്റും. കോട്ടിന് മാത്രമാണ് പൈസ. ഇതെന്താ ഈ സാധനം? ഈ സാധനം എന്താ? ചെമ്മീൻ്റെ വലിയൊരു സാധനം ഉണ്ടല്ലോ, റോബസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം രാത്രിയിലേക്ക്. എല്ലാവരും അങ്ങനെ പോയി. ഇതിലൊരു കുട്ടി കിടക്കണ്ടേ നോക്കണേ. لا شوفوا انت هو قول له اخره كام. നമ്മുടെ നാട്ടിലത്തെ കൊടുമ്പുള്ളിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി നല്ല രസമുണ്ട്. ഇവിടുത്തെ ചായക്കട ശരിക്കും ഒരു ക്ലബ്ബ് പോലെയാണ്. ചായ കുടിക്കും, പുക വലിക്കും, കളി കാണും, രാഷ്ട്രീയം ചർച്ച ചെയ്യും, നാട്ടുകാരൻ ചർച്ച ചെയ്യും, എല്ലാ പരിപാടിയും ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ഗോബസിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ വന്ന് എന്നിട്ട് ടിക്കറ്റ് എടുത്തു. ഇവിടുന്ന് കൈറോയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. അൽഹംദുലില്ലാ, ഹുർഗാഡയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഫൈനലി അൽഹംദുലില്ലാ ഞാനിതാ ഇവിടെ റിസോർട്ടിലെത്തിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ ഹുർഗാഡയിലെ അൽ ഒറദ അവിടെ മൊത്തം യാത്രകളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമ്മളെ റിസോർട്ടിൻ്റെ രാത്രി കാഴ്ചയാണിത്. ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ റൂമിലെത്തി. ഇന്ന് ഇവിടുത്തെ ഒരു ടൗണ് മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുക, വന്ന് കാണുക എന്നുള്ള സംഗതിയാണ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, നാടിനെ പഠിക്കുക എന്നൊക്കെ രൂപത്തിലാണ് ഇവിടെ വന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പം നാളെ രാവിലെ 10:30ക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൈറോ പോവും. കൈറോ പോയിട്ട് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഇനി പ്രധാന ഏരിയകളായ ലെക്സോർ, അസ്വാൻ ആ ഭാഗത്തേക്കൊക്കെ പോവും. അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിറൗനിൻ്റെ കൊട്ടാരവും പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുമായി ബന്ധപ്പെട്ട കുറച്ച് ചരിത്രം നമുക്ക് അവിടെ പോയിട്ട് പറയണം ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.